നമസ്കാരം. UDF ഒരു ഗംഭീര സംവിധാനമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും പറയാം, എവിടെയും പോകാം. ഇപ്പോൾ തന്നെ LDFിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നവർ ഒന്നിലധികമാണ്. മാണിസാറിൻ്റെ കാര്യം മാത്രമല്ല, ലീഗും കുഞ്ഞാലിക്കുട്ടിയും കൂടി ഒരു ചാട്ടത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്രേ. UDFിലെ അച്ചടക്കവും ഒരുമയുമാണ് അമ്മാതിരി ചിന്തയ്ക്ക് ആധാരമായത്. ഒരു പാർട്ടിയുടെ കമ്മിറ്റി ചേരുമ്പോൾ അവിടെ എന്തെല്ലാം ചർച്ച നടക്കും, അതിനെപ്പറ്റി നിങ്ങൾ എഴുതാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുള്ളത്. മനസ്സിലായില്ലേ? തീരുമാനം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഞങ്ങളിപ്പോൾ UDFിൽ ഇരിക്കുന്നു, UDFിനെ ശക്തി ലീഗ് ഇടക്കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ UDF വളരെ ശക്തമായി മുന്നോട്ട് പോകണം. UDFിൽ ഇംപ്രൂവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അല്പം കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അത് സംബന്ധിച്ചൊക്കെ പല ചർച്ചകളും നടന്നിരിക്കാം, അസംതൃപ്തിയൊക്കെ ചർച്ചയിൽ വന്നിരിക്കാം. എന്ന് വിചാരിച്ചാൽ ഒറ്റ ചാട്ടം ചാടാൻ പോവുകയാണെന്നാണോ എൻ്റെ അർത്ഥം? അതല്ല. പിണറായിയുടെ ലാവ്ലിൻ കുറ്റവിമുക്തിയോടെ ഇടതുമുന്നണിയിലും വമ്പൻ മാറ്റമാണ്. പിണറായിയുടെ സർവാധിപത്യം. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കൂടുതലായി ആലോചിക്കാനുമുണ്ട്. ആ ആലോചനകളിലേക്ക് പോകും മുമ്പ് എല്ലാവർക്കും സ്വാഗതം. UDFിൽ ഒരുമയില്ല എന്ന് പറയുന്നവർ മറ്റേതോ ലോകത്താണ്. ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഉമ്മൻചാണ്ടിയുടെ ഭഗീരഥ പ്രയത്നം കൊണ്ട് പത്തനംതിട്ടക്കാരെ പറക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിമാനത്താവളം കൊണ്ടുവന്നത്. അതിനെതിരായ കുത്തിത്തിരിപ്പുകൾക്ക് കെ മുരളീധരനെ പോലുള്ളവർ ചൂട്ടുപിടിക്കുകയാണ്. ആറന്മുള വിമാനത്താവളത്തിന് പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി കിട്ടിയതാണ്. ഒരു കാരണവശാലും ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നാണ് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയത് എന്തിനാണ്? ഈ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം കളക്ടർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില തീവ്രവാദികൾ നടക്കുന്നുണ്ട് ബോംബ് വെക്കാൻ, വിമാനത്താവളത്തെ അട്ടിമറിക്കാൻ. ഇപ്പൊ കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള വിമാനത്താവളങ്ങളൊക്കെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം നിർമ്മിച്ച നെടുമ്പാശ്ശേരി, അതായത് കൊച്ചി നഗരം ഒരു വ്യാവസായിക നഗരമാണ്. ആ നഗരത്തിൻ്റെ പുരോഗതിക്ക് അന്ന് നിലവിലുണ്ടായിരുന്ന വിമാനത്താവളം തികച്ചും അപര്യാപ്തമായി. ചില തീവ്രവാദികൾ നടക്കുന്നുണ്ട് ബോംബ് വെക്കാൻ, വിമാനത്താവളത്തെ അട്ടിമറിക്കാൻ. ഏറ്റവും ഈ വിമാനത്താവളത്തിനെതിരായിട്ട് വന്ന, അതായത് ജനങ്ങൾ ഇതിനെതിരാണ്. മറ്റ് വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ ജനങ്ങളാണ് പ്രക്ഷോഭണം സംഘടിപ്പിച്ചതെങ്കിൽ ഇത് വിമാനത്താവളം വേണ്ട എന്നുള്ള അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കമുള്ളത്. എവരിബഡി എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. എനിക്ക് അറിയാൻ വയ്യാത്തതിനെ പറ്റി ആയിരിക്കും ഞാൻ കൂടുതൽ അഭിപ്രായം പറയും. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യാത്തതിനെ പറ്റി ആയിരിക്കും ഞാൻ കൂടുതൽ അഭിപ്രായം പറയും. പിന്നീട് കണ്ണൂർ വിമാനത്താവളം ഇപ്പോൾ വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കും. അതും ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ്. അപ്പോൾ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാവുക. ഇവിടെ 5ാമത് വിമാനത്താവളത്തിന് പ്രസക്തിയില്ല. 3 നേരം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു ദിവസം 3 ദിനേശ് പീടി പോലും തികച്ചു വലിക്കാൻ കഴിവില്ലാത്ത ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ വിമാനത്താവളം? ഇതിനെല്ലാം പുറമെ നിലവിലുള്ള വിമാനത്താവളങ്ങളുടെ സ്ഥിതിയും വളരെ അപകടമാണ്. ഇപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരം ഈ 2 വിമാനത്താവളങ്ങളുടെ വികസനം വഴിമുട്ടി നിൽക്കുക. കോഴിക്കോടൊക്കെ അക്വിസിഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. തിരുവനന്തപുരത്തും ഡെവലപ്മെൻറ്റിന് പല തടസ്സങ്ങളുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ 2 വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇപ്പം കണ്ണൂർ വന്നു കഴിഞ്ഞാൽ വടകര താലൂക്കുകാർ മുഴുവൻ കണ്ണൂരേക്ക് പോകും. കാരണം അവർക്ക് ഏറ്റവും അടുത്ത് കണ്ണൂരാണ്. പിന്നെ കോഴിക്കോട് വിമാനത്താവളത്തിന് കയറാനുള്ള യാത്രക്കാരെന്ന് പറയുന്നത് മലപ്പുറം ജില്ലക്കാർ മാത്രമായിരിക്കും. അവർക്കും വേണ്ടത്ര സൗകര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിലവിലുള്ള പല വിമാന കമ്പനികളും രംഗത്ത് പിൻവലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യം അപകടത്തിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ വിമാനത്താവളത്തിൻ്റെ സൗകര്യങ്ങൾ പോരാ. അത് വികസിപ്പിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഈ 2 വിമാനത്താവളങ്ങളുടെ വികസനം വഴിമുട്ടി നിൽക്കുമ്പോൾ 5ാമതൊരു വിമാനത്താവളത്തിൻ്റെ ആവശ്യം എന്താണ്? ഈ വിമാനത്താവളത്തിന്റെ പണി തീരാൻ എത്ര കാലം പിടിക്കും ശാരദടുത്തി? എത്ര കാലം പിടിച്ചാൽ എന്താടി? നമ്മുടെ നാട്ടിലൊരു വിമാനത്താവളം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതെന്നെ ഒരു മഹാഭാഗ്യമല്ലേ? കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ. അല്ല, എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന്. ആണോ? നല്ല കണിയന്മാർ ജാതകം എഴുതിയാ പിഴക്കില്ല. നിയമസഭയിലെ 72 MLA-മാർ ഒപ്പിട്ട ഒരു നിവേദനം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. 72 അല്ല, ശരിക്കും ഞാൻ ഉൾപ്പെടെ 73 ഉണ്ട്. ഞാൻ പിന്നെ ഒപ്പിട്ട് കൊടുക്കാൻ പ്രതിപക്ഷങ്ങളുടെ കൂടെ ഒപ്പിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇപ്പം നിയമസഭയിൽ സാധാരണ ബില്ല് പാസ്സാക്കുന്നതൊക്കെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. അപ്പോൾ നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ല ഈ വിമാനത്താവളത്തിൽ. ബസിന്റെ കാറിന്റെ 10 ഇരട്ടി സ്പീഡാത്ര വിമാനത്തില്. നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കാശ്മീർ ഒന്ന് പോണോന്ന് വിചാരിക്കുക. കേറിയിരുന്ന അരമണിക്കൂർ. അതിന് നമ്മളെന്തിനാ കാശ്മീരിൽ പോണേ? അങ്ങനെ വിചാരിക്കാനാ ഞാൻ പറഞ്ഞു. ജനങ്ങൾ ഭൂരിപക്ഷം എതിർക്കുന്ന, നിയമസഭയിലെ ഭൂരിപക്ഷം MLA-മാർ എതിർക്കുന്ന 5ാമത് വിമാനത്താവളത്തിന്റെ പ്രസക്തി ആവശ്യമില്ലാത്ത ഈ വിമാനത്താവളം ആർക്കു വേണ്ടി, എന്തിന്? നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട്, 1 മിനിറ്റ് ഇങ്ങോട്ട്. ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. ഈ വിമാനത്താവളത്തിന്റെ പ്രോജക്റ്റുമായി ഒരിക്കലും ഗവൺമെന്റ് മുന്നോട്ട് പോകരുത്. ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാൻ. കഴിഞ്ഞ സർക്കാരിന്റെ നിയമലംഘനം തന്റെ സർക്കാരും തുടരുന്നു എന്നേ ഉമ്മൻചാണ്ടി പറയുന്നുള്ളൂ. VD സതീശനെ പോലുള്ളവരും VS-നെ കൂട്ടുപിടിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇതിനിടയിൽ കൂടി എവിടെയാണ് ഒരു വിമാനത്താവളം? ഞങ്ങളെല്ലാം നിൽക്കുന്നത് നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി അവിടെ പഠനം നടത്തി CP മുഹമ്മദ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശയിൽ പറയുന്നത് 12ഓളം നിയമലംഘനങ്ങൾ, സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ്. ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകുന്ന ആ കത്ത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പരിശോധിച്ച് ഈ നിയമലംഘനം നടത്തിയ കാര്യം പരിസ്ഥിതി മന്ത്രാലയം പരിശോധിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ വീണ്ടും ഇത് പുനഃപരിശോധിക്കണമെന്ന് പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. എന്തായാലും നിയമലംഘനങ്ങൾ, നടത്തിയിരിക്കുന്ന നിയമലംഘനങ്ങൾ സാധൂകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആ നിയമത്തിലൊന്നുമില്ല. അപ്പോൾ നിയമലംഘനം ഉണ്ട് എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയും ആ നിയമലംഘനങ്ങൾ സാധൂകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിയമലംഘനം നടത്തിക്കൊണ്ട് എയർപോർട്ട് പണിയുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവികൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെവിട്ട് തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. VS ആണ് കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി പ്രതിജ്ഞാബദ്ധനായി ആ പരിപാടി തുടരുകയും ചെയ്യുന്നു. എന്നാൽ നിയമലംഘനമാണെങ്കിൽ അത് തുടരണോ എന്ന് ചാണ്ടിയോട് നാട്ടുകാരും ചോദിക്കുന്നു. ഉമ്മൻചാണ്ടി എന്തു ചെയ്യും? കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും കുത്തുകാളയടിപ്പിക്കാൻ വേണ്ടി ചാണ്ടിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എല്ലാ അനുമതിയും കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തതാണ്. ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ഗവൺമെന്റ് ആണ് അതിന് വേണ്ട എല്ലാ അനുമതിയും കൊടുത്തത്. ആ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് എടുക്കുന്ന ആ നടപടിയേക്കാൾ മുമ്പേ ഈ ഗവൺമെന്റ് ഒരു പോക്ക് പോകും എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ടോ? അന്നത്തെ മുഖ്യമന്ത്രി ജില്ലാ കളക്ടറോട് പറഞ്ഞത് ഈ ഉത്തരവ് നടപ്പിലാക്കിയേച്ച് വിവരം അറിയിക്കാനാ, റിപ്പോർട്ട് ചെയ്യാനാ പറഞ്ഞത്. അദ്ദേഹമാണ് ഇന്നതിനെ എതിർക്കുന്നത്. ആറന്മുളയിലെ നിരവധി ഏക്കർ ഭൂമി നിലമാണ്, നല്ല ഒന്നാം തരം നിലം, ജനങ്ങൾക്ക് ആഹരിക്കുവാനുള്ള അരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്, കൃഷിനിലങ്ങളാണ് അവിടെ എല്ലാം. അത് നികത്താൻ പോവുകയാണ്. അത് ആരുടെ വായിൽ മണ്ണടിക്കാനുള്ളതാണ്? പലവർക്കും സംശയമുണ്ടോ? അല്ല, അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നികത്തേണ്ട ഭൂമിയെല്ലാം നികത്തി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി റൺവേക്കല്ല. ഇവിടെ വിമാനത്താവളത്തിന് വല്ല കുറവുണ്ടോ? തിരുവനന്തപുരം, കൊച്ചി, പിന്നെ കണ്ണൂര്,
ഇതിനിടയിൽ കൂടി എവിടെയാണ് ഒരു വിമാനത്താവളം? ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എല്ലാ അനുമതിയും കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തതാണ്. സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള പരിപാടികളാണ് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലായാലും അതുകൊണ്ട് അശനി പാദം പോലെ നടപ്പാക്കിയ ഈ പറഞ്ഞ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പാക്കുന്ന ഏത് നടപടിയെയും ശക്തിയുക്തം എതിർക്കേണ്ടത് പുരോഗമനവാദികളുടെയും ദേശസ്നേഹികളുടെയും കടമയാണ്. എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മറ്റു ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ അക്രമത്തിൽ, ഇത് അക്രമമാണ്, ജനങ്ങളുടെ നേരിൽ നടത്തുന്ന അക്രമമാണ്. അതിനെതിരാണ് ഞങ്ങൾ ശക്തിയുക്തം ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. വിമാനത്താവളം സിന്ദാബാദ്! 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 എന്തായാലും വിമാനത്താവളം വരും. വയനാട്ടിലും ഇടുക്കിയിലും കാസർഗോട്ടും കൂടി ഓരോന്ന് വരട്ടെ എന്ന് അവിടുത്തുകാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ലീഗ് എന്ന സ്വപ്നം. എല്ലാവരും വേലിപ്പുറത്തിരിക്കുന്ന സ്ഥിതിയാണ്.